voice of marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ, അതിൻ്റെ ഓണർ കൂടുതൽ ബ്രാൻഡുകൾ എടുത്തു വെക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ സെയിം പ്രോഡക്റ്റിൻ്റെ കൂടുതൽ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ക്വസ്റ്റ്യനാണ്. മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യപ്പെടുന്നത് എ എന്നുള്ള ഒരു ബ്രാൻഡുകാരൻ വന്നില്ലെങ്കിൽ എനിക്ക് ആ പ്രോഡക്റ്റ് വിൽക്കേണ്ടതില്ലേ, അപ്പോൾ ബി കൂടി എൻ്റെ അടുത്ത് ഇരിക്കട്ടെ. ബി എന്ന പ്രോഡക്റ്റുകാരൻ അവൻ സപ്ലൈ തരാതിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ സി എന്ന ബ്രാൻഡ് കൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ബിസിനസ് ഉയരണമെങ്കിൽ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ഒരൊറ്റ ഒരു ബ്രാൻഡ് നമ്മൾ ഡീൽ ചെയ്ത് പഠിക്കണം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. അവർ നല്ല ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ സപ്ലൈ പോളിസി കൃത്യമായിട്ട് പ്രോഡക്റ്റുകൾ, ചോദിക്കുന്ന പ്രോഡക്റ്റുകൾ അവർ സപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. അവരുടെ ആഫ്റ്റർ സർവീസ് ബെസ്റ്റാണ്, നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിൽ, സ്റ്റാഫുകളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മാന്യമായ ഒരു മാർജിൻ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ ദയവായി ഓർത്തു വയ്ക്കുക, ഒരൊറ്റ ബ്രാൻഡ് ഡീൽ ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഒരു ബ്രാൻഡ് മാത്രം ഡീൽ ചെയ്യുമ്പോൾ ഒരു റീറ്റെയിലർക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു റീറ്റെയിലർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയാമോ? കമ്പനിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടറുടെ മുന്നിൽ ഒരു വാല്യൂ ഉണ്ടാകണം. നമ്മളെ കൺസിഡർ ചെയ്യണം. കമ്പനി കൺസിഡർ ചെയ്യണം, അത് സപ്ലൈ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ കൺസിഡർ ചെയ്യണം, ആ സ്റ്റോക്കിസ്റ്റ് ആണെങ്കിൽ സ്റ്റോക്കിസ്റ്റ് കൺസിഡർ ചെയ്തിരിക്കണം. ആ കൺസിഡറേഷൻ വാങ്ങിക്കുന്നത് എങ്ങനെയാണ് റീറ്റെയിലർ വാങ്ങിക്കേണ്ടത്? എങ്ങനെയാ? നല്ല വോളിയം ചെയ്ത്, നന്നായിട്ട് ആ പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്ത്, നിങ്ങളുടെ സ്റ്റാഫുകൾ നന്നായിട്ട് ആ ബ്രാൻഡ് ഡീൽ ചെയ്ത്, നല്ലൊരു കസ്റ്റമർ സർവീസ് അവർ നിങ്ങൾക്ക് തരുമ്പോൾ അത് കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ നമുക്ക് സാധിച്ചിരിക്കണം. അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം, ഇത് ബെസ്റ്റ് ബ്രാൻഡാണ്, ഇത് ഗുഡ് ബ്രാൻഡാണ്. അങ്ങനെ ഒരു ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ ഷോപ്പിൽ സംഭവിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഡെഫിനറ്റ് ആയിട്ട് പറയാം, ഒരിക്കലും ആ കമ്പനി നിങ്ങളെ മറക്കില്ല, ആ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളെ മറക്കില്ല. ഇങ്ങനെ അരികിലേക്ക് ചേർത്ത് നിർത്തും. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ അവർ സാധിച്ചു തരും. അല്ലെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്, കുറച്ച് പേയ്മെൻറ്റ് തരാനുണ്ട്, കുറച്ചൊക്കെ അഡ്ജസ്റ്റബിൾ ആയിട്ട്, എന്നാൽ അത് അയക്കും. അവർക്ക് എന്തുകൊണ്ട് അയക്കുന്നു? നമ്മുടെ ബ്രാൻഡ് മാത്രം ഡീൽ ചെയ്യുന്ന ഒരു റീറ്റെയിൽ കൗണ്ടറാണത്. നമ്മുടെ ബ്രാൻഡ് മാത്രം. അത് ചിലപ്പോൾ കമ്പനിയുടെ മീറ്റിങ്ങിൽ സംസാരിക്കും, കമ്പനിയുടെ എക്സിക്യൂട്ടീവ് സംസാരിക്കും, മാനേജ്മെൻറ്റ് സംസാരിക്കും, ഓണർ അത് ഫോക്കസ് ചെയ്യും. ഏതൊക്കെ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്, ബില്ലിംഗ് നോക്കി അറിയാൻ പറ്റും ഏതൊക്കെ പ്രോഡക്റ്റ് ആരൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവർ നമ്മുടെ ഫുൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന നല്ലൊരു കസ്റ്റമറാണ്, നല്ലൊരു ഡീലറാണ്. അവർക്ക് നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കണം, അവർക്ക് സ്കീം കൊടുക്കണം. അപ്പോൾ ഒരു സ്കീം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കീം വിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കും. ഇയർലി ടേൺ ഓവർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇയർലി ടേൺ ഓവർ ഒരു ബ്രാൻഡ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിരിക്കും. കമ്പനിയുടെ മുന്നിൽ ഒരു വാല്യൂ നിങ്ങൾക്കുണ്ട്. കമ്പനിയുടെ മുന്നിൽ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. നിങ്ങളുടെ കൺസ്യൂമറിന് വേണ്ടിയിട്ട്, നിങ്ങൾ വിൽക്കപ്പെടുന്ന കസ്റ്റമറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ, അഡീഷണൽ ബെനിഫിറ്റുകൾ എന്തൊക്കെ ആ റീറ്റെയിലർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും, അതൊക്കെ ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറാവും. കാരണം അവരുടെ ഫുൾ പ്രോഡക്റ്റ് എടുത്ത് ഒരു ബ്രാൻഡ് ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ സഹായിച്ച ഒരു റീറ്റെയിലറാണ് നിങ്ങൾ എന്ന നിലയ്ക്ക്. അവർ നിങ്ങളുടെ ഒപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഡെഫിനറ്റാണ്. അത് ഹിസ്റ്ററിയാണ്, ചരിത്രം തന്നെയാണ്. അങ്ങനെ ചരിത്രങ്ങൾ സൃഷ്ടിച്ച റീറ്റെയിലേഴ്സ് ഉള്ള നാടാണ് നമ്മുടെ കേരളം. ഒരു ബ്രാൻഡ് മാത്രം ഡീൽ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വലിയ ഗുണം കൂടിയുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? നമ്മൾ ABC അങ്ങനെ 3 ബ്രാൻഡുകൾ ഡീൽ ചെയ്യുന്നു. എയും ബിയും പ്രശ്നമില്ല, സി ഒരു കംപ്ലൈൻറ്റ് വന്നു, അത് നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കാൻ സാധിക്കാതെ വന്നു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ കമ്പനി അതോറിറ്റിക്ക് അവിടെ വന്ന് അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് മാറ്റിത്തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൗകര്യം അവർ കൊടുക്കുന്നില്ല. ഇവിടെയൊക്കെ നമ്മുടെ ഒരു ഗുഡ് വില്ല്, നമ്മുടെ ഒരു സൽപ്പേര് പോവുകയാണ്.
റീറ്റെയിലർ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ഗുഡ് വില്ലും സൽപ്പേരും പോകുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യരുത്. 2 രൂപ ലാഭം കിട്ടും എന്ന് പറയുമ്പോൾ മാർജിൻ നോക്കി മാത്രം ബ്രാൻഡുകൾ എടുത്തു വയ്ക്കാതിരിക്കുക. ക്വാളിറ്റി നോക്കണം, ആഫ്റ്റർ സർവീസ് നോക്കണം, അവരുടെ സപ്ലൈ പോളിസി നോക്കണം. ഇതെല്ലാം നോക്കിയ ശേഷം മാത്രമാണ് ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാമോ. അത് മാത്രമല്ല, ഒറ്റ ബ്രാൻഡ് നിങ്ങൾ ഡീൽ ചെയ്യാന്ന് വിചാരിക്കുക, ആ കമ്പനിക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയാമോ. നമ്മുടെ പ്രോഡക്റ്റ് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. അത് അവരുടെ മീറ്റിങ്ങിലൊക്കെ സംസാരിക്കും, നമ്മുടെ പ്രോഡക്റ്റ് മാത്രമാണ് അവർ ഡീൽ ചെയ്യുന്നുള്ളൂ. നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ മാത്രം വിശ്വസിച്ച് നിൽക്കുന്നവരാണ്. നമുക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ആ കമ്പനിയിൽ കിട്ടും. നിങ്ങളുടെ ബ്രാൻഡ് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടത്തണം, ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെയുള്ള പല പ്രോഗ്രാമുകളൊക്കെ കമ്പനി ആകുമ്പോൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അതിനൊക്കെ വളരെ നല്ല മനസ്സോടെ ആ കമ്പനി അതോറിറ്റി സമ്മതിക്കുകയും അവിടെ ചെയ്തു കൊടുക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരു 4ഉം 5ഉം ബ്രാൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, റീറ്റെയിലർ ആണെങ്കിൽ, അവർ ചിന്തിക്കുന്ന കാര്യം, എന്തിന് നമ്മൾ അവിടെ നടത്തുന്നു? അയാൾ വേറെ ബ്രാൻഡ് വിൽക്കുന്നുണ്ട്, വേറെ നിരവധി ബ്രാൻഡുകൾ നമ്മളെപ്പോലുള്ള സെയിം പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന അവർക്ക് എന്തിന് നമ്മളിത് ചെയ്തു കൊടുക്കണം? അതിന് പകരം നമ്മുടെ ബ്രാൻഡ് മാത്രം ഡീൽ ചെയ്യുന്ന റീറ്റെയിലർ ഏതാണുള്ളത്, അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആ ഡിസ്ട്രിബ്യൂട്ടറോ കമ്പനിയോ എത്തിച്ചേരാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് ഒറ്റ ബ്രാൻഡ് തന്നെ ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നതിന് വളരെ സഹായിക്കും. ഡെഫിനറ്റ് ആയ കാര്യമാണ്. അല്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ റീറ്റെയിൽ ബിസിനസിൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, ഒരു ബ്രാൻഡ് ഡീൽ ചെയ്യാൻ നോക്കുക. നല്ല ആഫ്റ്റർ സർവീസ് ആണെങ്കിൽ, നല്ല മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു കമ്പനിയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരൊറ്റ ബ്രാൻഡ് ഡീൽ ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് അവരെടുത്ത് പറയാനും നമുക്ക് കഴിയും, ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റ് മാത്രമേ വിൽക്കുന്നുള്ളൂ. എനിക്കിവിടെ ഷോർട്ടേജ് വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സഡനായിട്ട് തന്നെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് എനിക്ക് എത്തിച്ചു തരണം, എനിക്കിത് വിൽക്കാനുള്ളതാണ്, വേറെ ബ്രാൻഡുകൾ ഡീൽ ചെയ്യുന്നില്ല. അത് കാണുന്നതാണ് ആ എക്സിക്യൂട്ടീവ്, ആ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടറുടെ എക്സിക്യൂട്ടീവ് കാണുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ് മാത്രമേ ഡീൽ ചെയ്യുന്നു. ആ രീതിയിൽ ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ അത് വലിയൊരു ഭാരം തന്നെയാണ്. ഒരു സെയിം പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന എയ്ക്കും ബിക്കും സിക്കും ചെക്ക് കൊടുക്കേണ്ടവരും ചിലപ്പോൾ എയിൽ നിന്ന് കുറച്ച് ഐറ്റം എടുക്കും, എന്നിട്ട് അത് അവിടെ നിർത്തും. പിന്നെ ആ സെയിം പ്രോഡക്റ്റ് തന്നെ ബിയിൽ നിന്ന് എടുക്കും. അപ്പോൾ ബിയിൽ നിന്നും പൈസ കൊടുക്കേണ്ട റീറ്റെയിലർക്ക്. അപ്പോൾ ബിയിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിങ് കൂടി വരുമ്പോൾ പിന്നെ സിയിൽ നിന്ന് എടുക്കും. അപ്പോൾ സിയുടെ ബ്രാൻഡ് വിറ്റുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എയുടെ ബ്രാൻഡ് ഉണ്ടാവില്ല. അവിടെ എയുടെ ബ്രാൻഡ് എന്തുകൊണ്ടാണ് എയുടെ ബ്രാൻഡ് ഇല്ലാത്തത്? സി എന്ന് പറയുന്ന ബ്രാൻഡ് മാത്രം അയാൾ വിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എ ബ്രാൻഡുകാരന് കാശ് കൊടുക്കാൻ്റെ ആ കമ്പനിക്ക്, അതുകൊണ്ട് ആ പ്രോഡക്റ്റ് കിട്ടില്ല. ആ പ്രോഡക്റ്റ് ചോദിച്ചു വന്നൊരു കസ്റ്റമറിന് അവിടെ പ്രോഡക്റ്റ് കിട്ടില്ല. അപ്പോൾ ആ കസ്റ്റമർ എന്ത് ചെയ്യും? അടുത്തുള്ള ഷോപ്പിൽ പോയി ആ എ ബ്രാൻഡ് ഉണ്ടോ എന്ന് നോക്കിപ്പോയി അത് പർച്ചേസ് ചെയ്യും. പിന്നെ അയാൾ അപ്പോൾ വിൽക്കുന്നത് സി ബ്രാൻഡ് മാത്രമാണ്. കാരണം സിയിൽ നിന്നാണ് പർച്ചേസ് നടത്താൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? 2 ബ്രാൻഡുകൾക്ക് എയ്ക്കും ബിക്കും ഔട്ട്സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് അവർ സപ്ലൈ ചെയ്യില്ല. ബി ബ്രാൻഡ് ചോദിച്ചൊരു കസ്റ്റമർ വരുമ്പോൾ അതും കൊടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്ത? അയാളുടെ കയ്യിൽ ഇപ്പോൾ സി ബ്രാൻഡ് മാത്രമേ ഉള്ളൂ, അതിവിടെ സ്റ്റോക്ക് ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ആ കസ്റ്റമർ എന്ത് ചെയ്യുന്നു? അടുത്ത ഷോപ്പിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ഈ സി ബ്രാൻഡ് മേടിച്ച് വിറ്റു, കുറച്ച് പൈസ കിട്ടി. ആ പൈസ കൊണ്ട് ഈ എ ബ്രാൻഡ് വിൽക്കുന്ന ആൾക്ക് കുറച്ച് കാശ് കൊടുത്തു. അപ്പോൾ പ്രോഡക്റ്റ് എടുത്തു വെച്ചു. അപ്പോൾ എന്ത് പറ്റുന്നു? അപ്പോൾ സി ബ്രാൻഡ് അവിടെ ഉണ്ടാവില്ല, അയാൾക്ക് ഔട്ട്സ്റ്റാൻഡിൽ നിൽക്കുന്നു. ബി ബ്രാൻഡുകാരൻ ഔട്ട്സ്റ്റാൻഡിൽ നിൽക്കുന്നു. ഇനി ഈ ബി ബ്രാൻഡ് വിറ്റിട്ട് വേണം സി ബ്രാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബിയും സിയും കാരൻ ബ്രാൻഡ് ചോദിച്ചു വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എ ബ്രാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തരാമെന്ന് പറയുന്നു. അപ്പോൾ കസ്റ്റമർ പോകുന്നു, എനിക്ക് അത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സി അല്ലേ തന്നെ, അതെന്താ ഇപ്പോൾ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നു. അത് തീർന്നു പോയെന്ന് പറയുന്നു. അത് എടുക്കാത്ത എന്താണെന്ന് ചോദിക്കുന്നു. ചിലപ്പോൾ അത് എൻ്റെ റീസൺ പറയില്ല, പൈസ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരൊറ്റ ബ്രാൻഡ് ഡീൽ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കീഴ്വഴക്കമായിരിക്കും. നിങ്ങളുടെ ബിസിനസ് അഗ്രസീവിലേക്ക് പറക്കുന്നതിന് ഒറ്റ ബ്രാൻഡ്, നല്ല ക്വാളിറ്റിയുള്ള ഒറ്റ ബ്രാൻഡ് ഡീൽ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് വളരെ ബെറ്റർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. കമ്പനിയുടെ ഒരു കൺസിഡറേഷൻ കിട്ടും, ആ എക്സിക്യൂട്ടീവിൻ്റെ ഒരു കൺസിഡറേഷൻ കിട്ടും. പിന്നെ ഇത് കൂടാതെ നാട്ടുകാരുടെ
ഒരു കൺസിഡറേഷൻ കിട്ടും എൻ കൺസ്യൂമറുടെ. ഈ ബ്രാൻഡ് അതിനുവേണ്ടി ആ ഷോപ്പിലേക്ക് നടന്നാൽ അവിടെ സുലഭമാണ്, അത് ഒരുവിധം ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ പറയുന്ന രീതിയിൽ എൻ കൺസ്യൂമറിനെ കൂടി റീറ്റെയിലർക്ക് എത്തിക്കാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ സക്സസ് ആണ്, നിങ്ങളുടെ ഉയർച്ചയാണ്. ഓൾ ദ ബെസ്റ്റ്.